Hey guys, welcome back to our channel. So welcome back to another new video guys. അതായത് ലോക ചാപ്റ്റർ 2ന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു guys. ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ പോസ്റ്റർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ദുൽഖറും ടോവിനോയും കൂടി ഇരിക്കുന്നത്. ബട്ട് ഗൈസ് ഞാൻ ഇപ്പം ചിലയിടത്ത് ഇങ്ങനെ കണ്ട് ഗൈസ് ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് ഗൈസ് ഞാൻ കണ്ടില്ലായിരുന്നു, മിസ്സായിപ്പോയി. അപ്പോൾ വെൻ ലെജൻസ് ചിൽ മൈക്കിൾ ആൻഡ് ചാർലി ലോക ടോവിനോ തോമസ് ദുൽഖർ സൽമാൻ ഡാനി ഗൈസ് അപ്പോൾ 9 മണിക്കൂറായിട്ടുണ്ട് സാധനം ഇറങ്ങിയിട്ട് മില്യൺസുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും, എന്നാലും സാരമില്ല, എൻ്റെ കൂടെ വന്നിരുന്ന് കാണുക ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ കാണാം ഗൈസ് നമുക്ക് ആ വീഡിയോ. ദുൽഖർ സൽമാൻ പ്രസൻസ് എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. ഇത് മറ്റേ ഫൈറ്റ് നടന്ന ആ ഒരു കേവല്ലേ, ഐ മീൻ ആ ഒരു അണ്ടർഗ്രൗണ്ട്. കള്ളു കുടിച്ചാൽ ആരും പോറൻ, ഞാൻ പോർന്നു, താനാണോ പോറൻ, ഞാൻ പറഞ്ഞ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സാണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ്. ഇനിയിപ്പോൾ വരാനുള്ളത് ഇനി ചാത്തന്മാരുടെ ആണല്ലോ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ദുൽഖറിൻ്റെത്, ഒടിയൻ്റേത്. മൊത്തം 5 പാർട്ടല്ലേ, അതായത് ഇപ്പോൾ ചാന്ദ്ര കഴിഞ്ഞു, ഇനിയിപ്പം ചാത്തൻ, പിന്നെ ഒടിയൻ, മീൻ 4ഉം 5ഉം എന്നൊരു ഏതാണ്, 4ഉം 5ഉം ഏതാ, 5ാമത്തത് ഫൈനൽ മറ്റേ എൻ ഗെയിം പോലും സാധനം, എനിക്ക് 4ാമത്തത് മറ്റേ മൂത്തോൻ്റെ ആണെന്ന് തോന്നുന്നു. ഇയാളൊരു മാതിരി എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീയാ ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ, കളിയങ്കാട്ട് നീരി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിന് തട്ടിയത് താല്ലടോ? അതെ പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്ക് എന്താ വേണ്ടേ? എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, പറഞ്ഞായിരുന്നോ? ഫസ്റ്റിനകത്ത് നിങ്ങളെ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഫസ്റ്റിനകത്ത് ലാസ്റ്റില് മറ്റേ എത്ര 300 സംതിങ്ങോളം കൂടപ്പറപ്പുകളുണ്ടെന്നൊക്കെ പറയാം. അപ്പം അതിനകത്ത് ഒരാളെ കാണിക്കുന്നുണ്ടല്ലോ, ഏതൊരു കേവിലിരിക്കുന്നത്, ആ ആളുടെ കാര്യമാണെന്ന് തോന്നുന്നു. പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലന്റാ, അറിയാം. മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും, വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയണോ? അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? ബ്രോ അപ്പോ ചാത്തന്മാരുടെ ഇത് വരുമ്പോഴത്തേക്ക് ടോവിനോ തോമസ് 2ഉം 3ഉം ബെസ്റ്റിലൊക്കെ വരുമോ? ഐ മീൻ 2ഉം 3ഉം ബെസ്റ്റിലൊക്കെ വരുമോ? അപ്പോൾ ടോവിനോയ്ക്ക് എഗനിസ്റ്റ് ടോവിനോ തന്നെ ആയിരിക്കും അല്ലേ? അയ്യോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. ഓ മോനെ, അതെല്ലാം ടോവിനോ തോമസ് ആയിരുന്ന ഇവിടെ. ഇവര് കംപ്ലീറ്റ് ബാക്കപ്പായിട്ട് ഇറങ്ങിയേക്കുന്നത് കേട്ടു. ഞാൻ ഈ ഡൊമിനിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു സ്റ്റോറി ആയിട്ടാണ് ഇവർ ദുൽഖറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് ഒരു വലിയ സിനിമ, അതായത് ഒരു സിനിമയ്ക്കകത്ത് കൊള്ളാവുന്നതിൻ്റെ മണ്ടയ്ക്കുള്ള സ്റ്റോറി ആയിട്ടാണ് ചെല്ലുന്നത്.
പിന്നെ ഓൾറെഡി ഇവർക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇവരുടെ മൈൻഡിലുള്ളായിരുന്നു. ബട്ട് ബാക്കിയെല്ലാം ഐഡിയ ആയിട്ടുണ്ടായിരുന്നു. ദുൽഖറിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ദുൽഖറാ പറഞ്ഞത് ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് വാ, ദെൻ വി ക്യാൻ ഡു ദ ഫിലിം എന്നുള്ള രീതിക്ക് വന്നത്. അപ്പോൾ അവർ ഓൾറെഡി ഈ 5 സ്റ്റോറി എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടാണെന്ന് തോന്നി ഇറങ്ങിയത്. ഇങ്ങനെ വേണം യൂണിവേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഒരെണ്ണം കഴിഞ്ഞ് അടുത്തതിൻ്റെ അപ്ഡേറ്റ്സ് അവർ തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇറങ്ങും, അത് കഴിയുമ്പോൾ അടുത്തത് ഇറങ്ങും. മോനെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിൻ്റെ 5 പാട്ടും ഹിറ്റായ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ കയറ്റം എന്ന് പറയുമ്പോൾ ദങ്ങ് പോകും, അങ്ങ് പോകുന്ന കയറ്റമായിരിക്കും. ഇപ്പോഴേ സകലമാന ഇടത്തും ലോഹയെ പറ്റിയാണ് ചർച്ചകൾ പോകുന്നത്. ലോഹ മലയാളം ഇൻഡസ്ട്രി 30 കോടിയിൽ നിന്ന് 200 കോടി ക്ലബിലേക്ക് എത്തിയ മൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, ഈ 5 പാട്ടും ഹിറ്റായി കഴിഞ്ഞാൽ മോനെ പിടിച്ചാൽ കിട്ടൂല നമുക്ക് പിന്നെ. സോ ഈ യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെയൊക്കെ വേണം. പലയിടത്തും പല യൂണിവേഴ്സ് പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഇതുവരെ ഒന്നും അങ്ങോട്ട് കൂട്ടി അണഞ്ഞില്ല. ഇവിടെ ഇത് കൂട്ടി അണയും എന്നുള്ള വിശ്വാസത്തിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. സംഭവം പൊളിക്കും ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ 5 പാട്ടും ഹിറ്റായി കഴിഞ്ഞാൽ മോനെ തകർക്കും. 2026 കാണുമായിരിക്കും പടം ഇല്ലേ? കാണുമായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ചാപ്റ്റർ 3 ഒടിയൻ, പിന്നെ അത് കഴിഞ്ഞ് മൂത്തവൻ്റെ ആയിരിക്കും, ദെൻ അത് കഴിഞ്ഞ് ഫൈനൽ എൻഡ് ഗെയിം. വാവ്. സോ ഗൈസ്, അപ്പോൾ അതാണ് ചാത്തന്മാരുടെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് വില്ലന്മാരായിട്ടും ഓപ്പോസിറ്റ് ഹീറോ ആയിട്ടും ടോവിനോ തന്നെയാണല്ലേ. അപ്പോൾ ടോവിനോയുടെ കയ്യരി കളിയായിരിക്കുമല്ലോ ഈ ചാപ്റ്റർ 2-നകത്ത്. സോ ഗൈസ്, അപ്പോൾ അതാണ് ചാത്തന്മാരുടെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ. ഐ മീൻ ലോക ചാപ്റ്റർ 2-ൻ്റെ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.